ശകുനി. ദുര്യാധനന്റെ അമ്മാവനായിരുന്നു ശകുനി എന്ന് ഭൂരിപക്ഷം പേർക്കും അറിയാം. അതുപോലെ എല്ലാവരും വിശ്വസിക്കുന്നത് ശകുനി രാജ്യം പിടിച്ചെടുക്കാൻ ദുര്യാധനനെ സഹായിക്കുകയായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ കുരുവംശത്തോട് പകരം വീട്ടുകയായിരുന്നു ശകുനി. ഭീഷ്മരെ പേടിച്ച് സഹോദരിയായ ഗാന്ധാരിയെ നിർബന്ധപൂർവം അന്ധനായ ധൃതരാഷ്ട്രർക്ക് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടിവന്ന നിസ്സഹായത ഒരു വശത്ത്. അതിനു മുമ്പ് തന്നെ ഭീഷ്മരും പാണ്ഡവും ചേർന്ന് ഗാന്ധാരം ആക്രമിച്ച് തോൽപ്പിക്കുകയും ഒരുപാട് നാശനഷ്ടം വരുത്തുകയും രാജ്യത്തിന് സംഭവിച്ച കളങ്കം മനസ്സിൽ ശത്രുത വളർത്തുകയും പിന്നീട് ശത്രുക്കളായ പാണ്ഡുവിന്റെ കുലം മുടിക്കാനും ശകുനി പണ്ടേ ശപഥം ചെയ്തിരുന്നു. അതിന്റെ ഫലമായി കുരുവംശം തകർക്കാൻ തീരുമാനിച്ചാണ് ശകുനി കൗരവരെ തന്ത്രപൂർവം പാണ്ഡവരുമായി ശത്രുതയിൽ ആക്കിയത്. ശകുനിയുടെ അച്ഛൻ സുബലന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പുരുഷപ്രജകളെ എല്ലാം വധിക്കുകയും സുബലനെയും ശകുനിയെയും മറ്റു 100 സഹോദരന്മാരെയും കാരാഗ്രഹത്തിൽ അടക്കുകയും അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തതിന്റെ പകയാണ് പിന്നീട് തന്റെ തന്ത്രങ്ങളിലൂടെ കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് എത്തിച്ചത്. സഹോദരിയെ ബലം പ്രയോഗിച്ചു തട്ടിയെടുത്ത ഭീഷ്മരോടും രാജകുടുംബത്തോടുമുള്ള പകയോടൊപ്പം പാണ്ഡുവിന്റെ അഹങ്കാരവും ശകുനിയുടെ ബുദ്ധിയെ സാരമായി ബാധിച്ചിരുന്നു എന്നതാണ് സത്യം. കാരാഗ്രഹത്തിൽ അതികഠിനമായ ശിക്ഷയാണ് അവർക്ക് ലഭിച്ചിരുന്നത്. ഒരു ദിവസത്തെ ആഹാരമായി അവർക്ക് ആകെ കൊടുത്തിരുന്നത് ഒരു പിടി മലരായിരുന്നു. ബുദ്ധിമാനും അഭിമാനിയുമായിരുന്ന സുബലൻ, സുബലനെന്നും അദ്ദേഹത്തെ പറയാറുണ്ട്. അങ്ങനെ സുബലൻ കുരുവംശത്തോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒരു ദിവസം കിട്ടുന്ന ആഹാരം മുഴുവനും കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനായ ശകുനിക്ക് കൊടുക്കുന്നു. തുടർന്ന് സുബലനും ശകുനിയുടെ മറ്റു സഹോദരന്മാരും പട്ടിണി കിടന്നു മരിക്കുകയായിരുന്നു. ഈ സങ്കടങ്ങൾ എല്ലാം അനുഭവിച്ച് ശകുനിയുടെ മനസ്സും ശരീരവും ഒരുപോലെ ശക്തിയാർജിച്ചു വന്നു. ഭീഷ്മരുടെ കുലം മുടിക്കാൻ തക്കതായ മനക്കരുത്ത് അയാൾ നേടിയെടുത്തിരുന്നു. അതിനുള്ള അവസരത്തിനായി പിന്നീട് വർഷങ്ങൾ കാത്തിരുന്നു എന്നതാണ് സത്യത്തിൽ നടന്നത്. അച്ഛൻ മരിക്കുന്നതിനു മുമ്പ് സുബലനും ബന്ധുക്കളും അനുഭവിച്ച് കഷ്ടപ്പാടുകളും അപമാനവും ഒരിക്കലും മറക്കാതിരിക്കാൻ ശകുനിയുടെ ഇടതുകാലിന്റെ പെരുവിരൽ കയ്യിലുണ്ടായിരുന്ന ദണ്ടുകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെയാണ് ശകുനി മുടന്തനായി മാറിയത്. മരിച്ചുകഴിഞ്ഞാൽ തന്റെ നട്ടെല്ലിലെ കശേരുക്കളെടുത്ത് പകിടകൾ ഉണ്ടാക്കണമെന്നും ആ പകിടകൾ ഉപയോഗിച്ചു കളിച്ചാൽ ഒരിക്കലും തോൽക്കില്ലെന്നും ശകുനിയോട് വെളിപ്പെടുത്തിയാണ് സുബലൻ പ്രാണൻ വെടിഞ്ഞത്. അച്ഛന്റെ മരണവും തന്റെ തോൽവിയും ഒരുപോലെ അവനെ പ്രതിഹാരദാഹിയാക്കിയെന്നു വേണം പറയാൻ. സഹോദരങ്ങളും അച്ഛനും രാജ്യവും നഷ്ടമായി ശകുനി ഒരു രക്ഷസനെ പോലെ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. പകിട കളിക്കുമ്പോൾ സുബലന്റെ ആത്മാവ് പകിടകളിൽ പ്രവേശിച്ച് മത്സരം ശകുനിക്ക് അനുകൂലമാക്കുകയാണ് ചെയ്തിരുന്നത്. അതിനായി പകിടകളിയിലെ എല്ലാ തലത്തിലേക്കും അയാൾ നിപുണനായി എന്നും പറയപ്പെടുന്നു. എന്നാൽ പുറത്തുനിന്നാർക്കും കുരുവംശത്തെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ശകുനി പാണ്ഡവരെയും കൗരവരെയും തമ്മിൽ തല്ലിക്കാൻ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. ശകുനിയുടെ യഥാർത്ഥ ഉദ്ദേശം പഞ്ചപാണ്ഡവരിൽ സഹദേവനൊഴികെ ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഒരു ശാപം നിമിത്തം സഹദേവൻ ആ സത്യം ആരെയും അറിയിക്കാനും കഴിഞ്ഞില്ല. പിന്നീടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ശകുനി മാത്രമായി മാറി എന്നതാണ് സത്യം. ഭാരതവർഷത്തിലെ ഏറ്റവും ശക്തമായ ഒരു വംശത്തെ വെറും പകിട മാത്രം ആയുധമാക്കി മുച്ചൂടും നശിപ്പിച്ച ശകുനി യഥാർത്ഥത്തിൽ തന്റെ മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും നൽകിയ വാക്ക് പാലിക്കുകയായിരുന്നത്രേ. ശത്രുക്കളെ നിഗ്രഹിക്കാൻ ശക്തി മാത്രം പോരാ, അതിനു വേണ്ടത് വക്രബുദ്ധി മാത്രമാണെന്നു ലോകത്തിനു മുന്നിൽ കാട്ടിയെ മുടന്തനും മുരടനുമായ ശകുനിക്ക് ഒരു സാമ്രാജ്യത്തെ മുഴുവനായും ഭൂമിയിൽ നിന്നും തുടച്ചുമാറ്റാൻ സാധിച്ചു എന്നതാണ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം. അതിന് വൈരാഗ്യം മനസ്സിൽ കൂടിയാൽ മതി.